ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നും രാവിലെ തന്നെ അലക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പതിവ് പോലെയല്ല, കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ അലക്കിയില്ലാന്നുണ്ടെങ്കിൽ ഒരു 8-8:30 സമയമായി കഴിഞ്ഞാൽ നമുക്ക് ടെറസിൽ നിൽക്കാനേ ആവില്ല, അമ്മാതിരി നട്ടാപ്പൊരു വെയിലാവും. അപ്പോൾ അലക്കാനുള്ള തുണിയെല്ലാം അലക്കി വിരിച്ചിട്ട് കുറച്ച് ഉണങ്ങിയ തുണികളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് നമ്മൾ താഴെ റൂമിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു മോൾ ഉണർന്ന് കിടക്കുകയായിരുന്നു. പിന്നെ അവളായിട്ട് കുറച്ച് നേരം കളിപ്പിച്ച് അവളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇന്നൊരു എണ്ണ തേച്ചുള്ള കുളി തന്നെ പാസ്സാക്കാൻ പോകും, കാരണം 2 ദിവസമായി തലയിൽ എണ്ണ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതിനായിട്ടൊരു ദിവസം അങ്ങ് എടുത്തേക്കാൻ വിചാരിച്ചു. അങ്ങനെ മോൾക്കൊന്ന് തല നനയ്ക്കുന്നില്ല കേട്ടോ, ഞാൻ അവളുടെ മുടി ഒന്നരാടേ നനയ്ക്കാറുള്ളൂ. ഞാനിതാ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം സുന്ദരി മണികളായി വന്നിട്ടുണ്ട്. മോൾക്ക് ഇതാ ഒരുക്കി കൊടുക്കുക, അവൾക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അതാ മുടിയെല്ലാം കെട്ടി വെക്കുന്നുണ്ട്. എന്തോ ഇന്ന് കുഴപ്പമില്ലാണ്ട് ഇരുന്ന് വരുന്നുണ്ട്, കാരണം സാധാരണ അങ്ങനെ കുറച്ചൊന്ന് ഇതാകുന്നു, പക്ഷെ ഒരുങ്ങാൻ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കണം ഇന്ന് കുഴപ്പമില്ലാതിരിക്കുന്നത്. പിന്നെ ഹെയർ ബാൻഡ് വെക്കണം പറഞ്ഞ് ഹെയർ ബാൻഡ് എല്ലാം വെച്ച് കൊടുത്ത് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ അതാ അവളങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എടുത്തുകൊണ്ടുവന്ന തുണിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കയ്യോടെ തന്നെ അങ്ങ് മടക്കി വയ്ക്കാൻ വിചാരിച്ചു. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആ മൂലയിൽ വെച്ചെടുത്തിലുണ്ടാവും. പിന്നെ ഒരുപാട് തുണികളായിട്ടാണ് മടക്കാനിരിക്കുക, അപ്പോൾ അതിന് മെനക്കെടാൻ കഴിയാത്തതുകൊണ്ട് കയ്യോടെ തന്നെ മടക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ തന്നെ കുറച്ച് ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെ അയൺ ചെയ്ത് വെച്ചാൽ പിന്നീട് രാവിലെ ചപ്പാത്തൊക്കെ എടുത്തിട്ട് അങ്ങ് വന്നാൽ മതിയല്ലോ. അപ്പോൾ അതെല്ലാം അയൺ ചെയ്ത് ഞാൻ മടക്കി വെക്കലുണ്ടോ, ഹാങ്കറിൽ ഇടാറില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ഇന്നത്തെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി വെറുതെ ഇരിക്കുക. അപ്പോൾ ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നിലും ടി വി കാണുക, അല്ലെങ്കിൽ ഫോൺ കാണുക, അല്ലെങ്കിൽ മോളുടെ കൂടെ കളിക്കുക, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുക. ഇന്നിപ്പോൾ മോള് ബുക്ക് വായിക്കാനാണ് കേട്ടോ. അങ്ങനെ ബുക്ക് വായിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു പീസ്ഫുൾ മൈൻഡാണ് നമ്മൾ അതിൽ തന്നെ അങ്ങായി പോകുന്ന പോലെ തോന്നും. ഇന്ന് ഞാൻ വായിക്കുന്നത് ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് കേട്ടോ. നല്ലൊരു സ്റ്റോറി തന്നെ, നമുക്ക് വായിച്ചിരിക്കാൻ പറ്റിയൊരു കഥ തന്നെയാണ് കേട്ടോ.